ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇച്ചിരി കടലയാണ്. ഒരു കപ്പ് കടല എടുത്തിട്ട്. ഇപ്പോൾ കടലയ്ക്ക് അളവൊന്നും വേണ്ട പ്രത്യേകിച്ച്. ഇത് നമ്മളിങ്ങനെ ഞാൻ കുറേയൊക്കെ ഞവടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കൈ കൊണ്ട് തുടച്ച് ഇടണം. എന്നാലും നമ്മൾ വറുത്തെടുക്കുന്നതായതുകൊണ്ട് കൂടുതൽ തുടയ്ക്കേണ്ട. കഴിവുന്ന ഒന്നുമല്ല. എന്നാലും ഇപ്പോൾ ഇതിന് നല്ല വൃത്തിയായിട്ടുണ്ട്. ഞാൻ കുറേ നേരം കുറേ തുടച്ചതാണ്. വല്ല ഒരു തുണിയിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടോ ടിഷ്യൂ പേപ്പർ ഇട്ടോ ഒക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം. വേണമെങ്കിൽ തുടച്ചാൽ മതി. ഇത് വറുക്കുന്നതിന് വേണ്ടി കുറച്ച് പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനി അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കാം. അപ്പോൾ ഉപ്പ് ചൂടാക്കുന്നതിന് ഇപ്പോൾ ഒരു 1/2 സ്പൂൺ എണ്ണ ഒഴിച്ച്, ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കടലയൊന്ന് മിക്സ് ചെയ്യണം. കടല മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് എല്ലായിടവും നനയത്തക്ക രീതിയിൽ, എണ്ണ എല്ലായിടവും പറ്റത്തക്ക രീതിയിൽ ശരിയാവും. കുറച്ച് എണ്ണ എടുത്താൽ മതി. 1/2 സ്പൂൺ എണ്ണ എടുത്താൽ മതി. ഇതിപ്പോൾ എല്ലായിടവും നനഞ്ഞണൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണ കൂടുതലാണെന്നാണ് തോന്നുന്നത്. എല്ലായിടവും ഒന്ന് നനഞ്ഞ് വരത്തക്ക ഒന്ന് ഇളക്കി വെക്കണം. അതിനുശേഷം ഉപ്പ് നമ്മൾ നല്ലതുപോലെ ഇളക്കി ചൂടാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണ തടവി വെച്ചിരിക്കുന്ന കടലയില്ലേ, ഓരോ പിടി വീതം വാരിയിട്ട് കൊടുക്കണം. ഉപ്പ് നല്ലതുപോലെ ചൂടാകട്ടെ. കട്ടയൊക്കെ പൊടിച്ച് ഇതിന്മേൽ ഒരു പിടി കടലയാണ് വാരിയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിട്ട കടല ഇവിടെ കുറേശ്ശായിട്ട് പൊട്ടി വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കത് കുറേശ്ശായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് ഇളക്കാം. എല്ലാം ഒരുമിച്ച് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവസാനം വരുന്നത് കരിഞ്ഞു പോവും. കടല പൊട്ടിയിരിക്കുന്നത് ശ്രദ്ധയപ്പെടുന്നുണ്ട്. കുറേശ്ശെ കടലയിട്ട് ആണ് വറുത്തെടുക്കുന്നത്. അതുപോലെ കുറച്ച് എണ്ണ അതിനകത്ത് തടകില്ലേലും കുറച്ച് എണ്ണ, ഒരു ലേശം എണ്ണ തടവും. ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മാറ്റിയെടുക്കാം. ഉപ്പിൽ നിന്ന് മാറ്റിയെടുക്കണം. ഒരുമിച്ച് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിത് കുറച്ച് 5-6 കടല ഞാൻ വാരി എണ്ണ തടവാത്ത കടല ഇട്ട് നോക്കി. ഇപ്പം അതും ഇതുപോലെ പൊട്ടി വരുന്നുണ്ട്. കണ്ടോ? എല്ലാം പോയി. പൊട്ടിയിലേലും ഒന്നുമില്ല. കടല നല്ലതുപോലെ ടേസ്റ്റി ആയിട്ട് നമ്മൾ കൈ വെച്ച് ഞെരടുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതൊക്കെ പോകണുണ്ട്. ഇതിപ്പോൾ പൊട്ടാത്ത കടലയാണ്. കൈ വെച്ച് ഞെരടുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പോയി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കത്തക്ക നല്ല മൂത്ത കടല കിട്ടും. ഞാൻ അടുത്ത കടല വാരി ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് മൂടി വയ്ക്കാൻ 2 മിനിറ്റ് മതി. പെട്ടെന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഓരോന്നായിട്ട്. ഇപ്പോൾ ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി അത് കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അടിയിൽ കിടക്കുന്നത് കരിയും. ഇപ്പോൾ പൊട്ടി തുടങ്ങുമ്പം തന്നെ നമ്മൾ കോരിക്കൊണ്ടിരിക്കണം.
ഉണ്ടോ വലിയ കടലയൊക്കെ പൊട്ടിയിരിക്കുന്നത്. ഇതുപോലെ പൊട്ടി കിട്ടുകയാണെങ്കിൽ എല്ലാം നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. മറ്റേത് കട്ടിയാണ് പൊട്ടാത്തത്. പക്ഷെ മൂത്തിട്ടുണ്ട്. ടി വിയുടെ മുമ്പൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്ന് കുറിക്കാനൊക്കെ കൊള്ളാം. അപ്പോൾ ഈ കടല ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഉപ്പ് ആദ്യമേ വറുക്കുക. ഉപ്പ് വറുത്ത് കഴിഞ്ഞ് ഉപ്പ് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് കടല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരേ പിടി കടല വീതം ഇട്ട് കുറേശ്ശെയായിട്ട് ഇളക്കി എടുക്കുക. കടല പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് 2 ഇളക്കൂടെ ഇളക്കി കോരി തുടങ്ങണം. ഇപ്പോൾ നമ്മൾ കടലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വറുത്ത് വെച്ചിരുന്ന ഉപയോഗിക്കാം. ഇതുപോലെ നല്ല ടേസ്റ്റിയായ കടലയാണ്. പിന്നെ ഈ പൊട്ടാത്ത കടലയെ ഞാൻ കാണിച്ചു തരാം. പൊട്ടാത്ത കടല ഇതിനെടുത്ത് ഞെരടുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലി അങ്ങ് ഇളവിപ്പോവും. പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടോട് ഒരു ടിന്നിലിട്ട് വയ്ക്കണം. ഇത് പൊട്ടാത്ത കടലയാണ് ഞാൻ ഇളക്കിയെടുത്തത്. ഇച്ചിരി കടിക്കാൻ പാടാണെന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാം. അടുത്ത റെസിപ്പിയായിട്ട് വരാം. താങ്ക് യു.